السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിലും 115-ാമത്തെ വചനത്തിൽ പറയുന്ന വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം. ഇതിൽ ആരാധനാലയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. Nobody has the right to prevent people from praying to the unique Lord in his mosques, temples or other places of worship. 3-4 ആരാധനാലയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നാമം കീർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അവയെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത്രയും വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ഗ്രന്ഥത്തെയും അതിൻ്റെ ആളുകളെയും ഇത്രയും മോശമായി ലോകത്ത് ചിത്രീകരിക്കുന്നത് എന്തേ എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഏറ്റവും മഹത്തായ ഉത്കൃഷ്ടമായ ആശയാദർശങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ ഏറ്റവും മോശപ്പെട്ടവരായി ഈ ഭൂമുഖത്ത് ചിത്രീകരിക്കപ്പെടുന്നു. കാരണമെന്ത്? തീർച്ചയായിട്ടും അതിൻ്റേതായ കാരണങ്ങളുണ്ടാകാം. ഈ ഗ്രന്ഥം അനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടാകാം. അതുപോലെ ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ജൂതന്മാർ. എന്തുകൊണ്ട്? ഉത്കൃഷ്ട സമുദായം എന്ന് പ്രഘോഷിപ്പിച്ചതാണ്. അവരെന്തേ ഇങ്ങനായത്? ആ വേദഗ്രന്ഥത്തെ അവർ തള്ളിക്കളഞ്ഞു, അതിലെ അധ്യാപനത്തെ അവർ മറന്നു. അതുപോലെ ഈസാ അലൈഹിസ്സലാം വിശദീകരിച്ച് പഠിപ്പിച്ച അവ എത്രയോ ക്രൂരന്മാരായിപ്പോയി ആളുകൾ. ഈ അധ്യാപനങ്ങളെയൊക്കെ മാറ്റിമറിച്ച് സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന താന്തോന്നികളായ ആളുകളായി മതത്തിൻ്റെ ആളുകളെല്ലാം മാറിയില്ലേ? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇസ്ലാം ടീച്ചസ് റെസ്പെക്റ്റ് ഫോർ ഓൾ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ്. എവിടെയൊക്കെ ഈശ്വരനെ ആരാധിക്കുന്നുവോ അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളെയും ആദരിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം ടീച്ചസ് റെസ്പെക്റ്റ് ഫോർ ഓൾ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ്. എവിടെയൊക്കെയാണോ ഈശ്വരനെ ആരാധിക്കുവാൻ തയ്യാറാകുന്നത് അവിടെയൊക്കെ അതിനെ ആദരിക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയ്ക്ക് ശേഷം ഒരു സഹോദരൻ്റെ, ഒരു സഹാബിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ വിഗ്രഹത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം ഈ വിഗ്രഹത്തിനൊരു ശക്തിയും ഇല്ല എന്ന് അവൻ വിശ്വസിച്ചു. അതനുസരിച്ച്
പിന്നെ പ്രയോജനമില്ലല്ലോ, അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ആ സ്റ്റെപ്പായിട്ടത് വെച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആ വിഗ്രഹത്തെ ഒരു കാരണവശാലും ഞാൻ നിന്ദിക്കുകയില്ല, അതെൻ്റെ ചര്യയല്ല. അപ്പോൾ അങ്ങനെ ആദരിച്ച പ്രവാചകൻ്റെ ശിഷ്യന്മാരാണ് നമ്മളന്ന് തീർത്തറിയുക. അപ്പം അതിവിശാലമായ കാഴ്ചപ്പാടാണ് പ്രവാചകൻ വെച്ച് പുലർത്തിയിരുന്നതും നമുക്ക് കാണിച്ചു തന്നതും. നമ്മുടെ മനസ്സുകളൊക്കെ ആ വിശാലതയിൽ നിന്ന് ഒരു തുള്ളി പോലുമില്ലാതെ ചുരുങ്ങി 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 ഹ്രസ്വമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. But it is unfortunate for the people that they consider Islam as an intolerant religion. ഇത്രയും പ്രവിശാലമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം മതത്തെ an intolerant religion എന്നാണ് ആളുകൾ വിളിക്കുന്നത്. അസഹിഷ്ണുത പുലർത്തുന്ന, ഒരു നടപടി ചെയ്യുന്നതിനെയും അംഗീകരിക്കാത്ത അസഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം എന്ന് ജനങ്ങൾ പൊതുവായിട്ട് പറയുന്നത് കേൾക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ദിസ് വേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ദ റൈറ്റ്സ് ടു വർഷിപ്പിംഗ് അല്ലാഹ്. ഈ വചനം ഈ വചനത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ദ റൈറ്റ്സ് ടു വർഷിപ്പിംഗ് അല്ലാഹ്, അള്ളാഹുവിനെ ആരാധന നടത്തുന്നതിനുള്ള അവകാശത്തെയാണ്. ദ യുണീക്ക് ലോഡ്, സമാനതകളില്ലാത്ത ആ ദൈവത്തെ, ഇൻ ഹിസ് മോസ്ക്സ്, അവൻ്റെ പള്ളികളിൽ, അവൻ്റെ ആരാധനാലയങ്ങളിൽ. സമാനതകളില്ലാത്ത ദൈവത്തെ ആരാധിക്കുവാൻ അല്ലാഹു തആല ഈ ആരാധനാലയങ്ങളെ അംഗീകരിച്ചിരിക്കുകയാണ്. ബിൽറ്റ് ഫോർ ദ റിമെമ്പറൻസ്, ഇത് നിർമ്മിക്കപ്പെട്ടത് എന്തിനാണ്? ഫോർ ദ റിമെമ്പറൻസ് ആൻഡ് വർഷിപ്പ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുവാനും അവനെ ആരാധന നടത്തുവാനും വേണ്ടിയാണ് ഇത്തരം ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് അൻ എസ്റ്റാബ്ലിഷ്ഡ് കമാൻഡ് ഓഫ് അല്ലാഹ്, അതുപോലെ സ്ഥാപിതമായ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണിത്. ആസ് സ്പെസിഫൈഡ് ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ പ്രത്യേകമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരു ആരാധനാലയത്തെയും നിന്ദിക്കുവാനോ പുച്ഛിക്കുവാനോ പാടില്ല എന്ന് മാത്രമല്ല, അവയെ സംരക്ഷിക്കുന്നതിന് ഉള്ള ചുമതലയും നമുക്കുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. ഇത്രയും സഹിഷ്ണുതയുള്ള ദൈവകൽപ്പന നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ടായിട്ട് എന്തേ നമ്മൾ അസഹിഷ്ണുതരാകുന്നു? മറ്റിതര വിഭാഗങ്ങളോട് മാത്രമല്ല, നമ്മൾ തമ്മിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥവും ഇതിലെ വചനങ്ങളും ഇതിലെ സത്തയും നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പരക്കം പായുകയാണ്, അഴിച്ചുവിട്ട കന്നാലികളെ പോലെ ഇങ്ങനെ ഓടുകയാണ്, എന്തിനോ ഒക്കെ വേണ്ടി. ഒന്നും നേടാതെ നമ്മൾ തിരികെ വരുന്ന അവസ്ഥയിലേക്ക് കാലം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. ഈ വചനങ്ങളും ഇതിലെ കൽപ്പനകളും മുറുകെ പിടിച്ച് തങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം നമ്മൾ എന്നും അടിമകളായിട്ടോ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നവരായിട്ടോ ഈ ഭൂതലത്തിൽ കഴിയേണ്ടി വരും. നാളെ മരണാനന്തര ജീവിതത്തിൽ എത്രയോ കഠിനകഠോരമായ ശിക്ഷയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് ഇതിനെ തള്ളിക്കളഞ്ഞവർക്കായി. The consequences of those who hinder people from the worship of Allah. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും തടയുന്നതായ ആളുകളെ അവരുടെ അനന്തരഫലം എന്ന് പറയുന്നത് ഇൻ റൈറ്റ്ഫുൾ പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധന നടത്തുവാൻ അവകാശപ്പെട്ട സ്ഥാനങ്ങളിൽ ആരാധന നടത്തുന്നതിന് ജനങ്ങളെ തടയുകയാണെങ്കിൽ ദേ ബ്രിങ് അപ്പോൺ ദംസെൽസ് ഡിസ്ഗ്രേസ്, അവരിലേക്ക് സ്വയം അപമാനം കൊണ്ടുവരികയാണ്. അപമാനത്തെ അവർ വിളിച്ചു വരുത്തുകയാണ് തങ്ങളിലേക്ക്.
ആൻഡ് അല്ലാഹ് ഹാസ് പ്രോമിസ്ഡ്, അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇൻ ദ ഹിയർ ആഫ്റ്റർ, ഈ ലോക ജീവിതത്തിന് ശേഷം, their punishment will be great, അവരുടെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് 116 വചനത്തിൽ വളരെ കാര്യമായ ഒരു വചനം, എല്ലാം കാര്യമായ വചനം തന്നെ എങ്കിലും, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹി ഇന്നല്ലാഹ വാസിഉൻ അലീം. വലില്ലാഹി, അള്ളാഹുവിന് ഉള്ളതാണ്. ലില്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ ആ പറയുന്ന വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ട സാധനത്തിനാണ് പറയുന്നത്. ലില്ലാഹി, അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്, അവൻ്റെതാണ്, അവൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും. നമ്മൾ കിഴക്കും പടിഞ്ഞാറും എന്ന് തിരിച്ചിരിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ്, അത് അള്ളാഹുവിൻ്റെതാണ് കേട്ടോ. ഈ കാണുന്ന കിഴക്കോട്ട് നോക്കിയാൽ നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു നോക്ക്. അതുപോലെ പടിഞ്ഞാറും നോക്ക്, എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നതെന്ന്. അതൊക്കെ ഒരു അവകാശിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, അത് അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ കിഴക്കോട്ട് രാവിലെ ഇപ്പോൾ ഇരുട്ടി കിടക്കുകയായിരുന്നു, എന്നിട്ട് നിങ്ങളിപ്പോൾ ഉണർന്നു, നിങ്ങൾ കിഴക്കോട്ട് നോക്കുക, എന്തൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഇനി കുറച്ച് കഴിഞ്ഞ് 10-12 മണിക്കൂർ കഴിഞ്ഞ് മഗ്രിബ് പടിഞ്ഞാറോട്ടും നോക്കുക. നമ്മളുടെ സൂര്യൻ ഉദിക്കാതെ അസ്തമിക്കുന്നത് കിഴക്കും പടിഞ്ഞാറുമാണ്. ഫൈനമാ തുവല്ലു, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ മുഖത്തെ നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖത്തെ അവിടെ കാണും. ഇന്നല്ലാഹ വാസിഉൻ അലീം, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, വാസിഉൻ, വിശാലമായി എന്തും ഔദാര്യപൂർവം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് വാസിഉൻ എന്ന് പറയുന്നത്. അള്ളാഹു വാസിഉൻ എന്ന് പറയുമ്പോൾ അവന് വിശാലമായ നിലയിൽ ഔദാര്യത്തോടുകൂടി വളരെയധികം കാര്യങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കുവാൻ കഴിയും. അലീമുൻ, അതുപോലെ അവൻ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്നവനുമാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അത് ധാരാളമുണ്ട്, അതങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇത് സംബന്ധമായിട്ട് അവൻ നല്ലതുപോലെ അറിയുന്നവനുമാണ്. അപ്പോൾ കാര്യം ഇത്രയേ പറയുന്നുള്ളൂ. നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുഖത്തെ കാണാം, അള്ളാഹുവിനെ കാണാം. അള്ളാഹു താല അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്. കാരണം അവൻ്റെ ഭൂമിയിലൂടെയും അവൻ്റെ ആകാശത്തിലൂടെയാണ് നമ്മൾ ഭയങ്കര ഗമയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. വല്ലവൻ്റെ സാധനത്തിനകത്ത് കയറിയിരുന്നിട്ട് നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് അള്ളാഹുവിൻ്റേതാണ്. നമ്മളൊക്കെ സൂക്ഷിപ്പുകാർ മാത്രമാണ്, ഒരല്പകാല സൂക്ഷിപ്പ്. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തോ എന്ന് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. ഇതൊന്നും എടുത്ത് നമുക്ക് ചുമലി വെച്ചുകൊണ്ട് പോകാനൊന്നും നോക്കിയില്ല. ഇവിടെ തന്നെ കളഞ്ഞേം വെച്ച് വെറുതെ കയ്യും വീശി നമ്മൾ ഇവിടം വിട്ട് പോകുന്ന ഒരല്പകാല ജീവിതമാണ് മക്കളെ. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ജീവിത ലക്ഷ്യം നേടുന്നതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഈകലോകത്തിൻ്റെ പുറകെ നിങ്ങൾ നടക്കല്ലേ. നടന്നാൽ നിങ്ങൾ അവസാനം അത് നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങളെ നിലയ്ക്കാതെ അവസാന ശ്വാസം വരെ അത് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അള്ളാഹിൻ്റെ പുറയിലേക്ക് നടക്കുക. അപ്പോൾ ഈകലോകം മുഴുവൻ നമ്മുടെ പുറകെ വരും, വാ വാ എന്ന് പറഞ്ഞ്. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും.
ഇവിടെ ദ വേഴ്സ് വിതർ യു ടേൺ, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, തിദർ ഈസ് ദ ഫേസ് ഓഫ് അള്ളാഹ്, എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുഖത്തെ കാണുന്നതാണ്. ഷെഡ് ലൈറ്റ് ഓൺ ദ ഹൈ സ്പിരിച്വൽ സ്റ്റാറ്റസ്. ഈ വചനം നമുക്ക് നൽകുന്നത് ഷെഡ് ലൈറ്റ്, അത് പ്രകാശം ചൊരിഞ്ഞിരിക്കുകയാണ്. ഓൺ ദ ഹൈ സ്പിരിച്വൽ സ്റ്റാറ്റസ്, ആത്മീയതയുടെ സമുന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഈ വചനം നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. അതിനുള്ള വെളിച്ചം വീശുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹുവിൻ്റെ മുഖം കാണാം. ദറ്റ് ബിലീവർ ഷാൽ അറ്റൈൻ, അങ്ങനെ ഒരു വിശ്വാസി എത്തിച്ചേരുന്നതാണ്. ഇഫ് ഹീ സിൻസിയർ ടു അല്ലാഹ്, അള്ളാഹുവിനോട് അവന് നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ, നിഷ്കളങ്കതയോടുകൂടിയാണ് അവൻ അള്ളാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ അവൻ ഈ സ്റ്റാറ്റസിലേക്ക് അവന് എത്താൻ പറ്റും. ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അവൻ്റെ പ്രവാചകനും. അപ്പോൾ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും ഒരുവൻ നിഷ്കളങ്കമായ നിലയിലാണ് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ഈ സമുന്നതമായ സ്റ്റാറ്റസിലേക്ക് എത്താം. എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിനെ കാണും. എവിടെ നോക്കിയാലും അവിടെയെല്ലാം അള്ളാഹു നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ളതായിട്ട്, തന്നോടൊപ്പം ഉള്ളതായിട്ട്. കാരണം അവൻ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗോപ്യമാക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നല്ലതുപോലെ അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെയാണ്, രക്ഷകനെയാണ് വേദഗ്രന്ഥങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരൊക്കെ കിടന്ന് കരഞ്ഞു വിളിച്ച്, മക്കളെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് എൻ്റെ മരണമാസന്നമാവും, മകളെ എടാ നിങ്ങൾ എന്താ ആരെ ആരാധിക്കാൻ പോകുന്നത്, അത് നിങ്ങളുടെ പിതാവിൻ്റെയും പൂർവ്വപിതാക്കന്മാരുടെയും രക്ഷിതാവായ ദൈവത്തെയായിരുന്നു ഞങ്ങൾ വണങ്ങുന്നതൊക്കെ അവർ പറഞ്ഞ് അങ്ങ് മരിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അവർ താന്തോന്നികളായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അതുകൊണ്ട് അല്ലാഹു തആല ഈ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയാണെങ്കിൽ അവർ ഈ ആത്മീയ സ്റ്റാറ്റസിലേക്ക്, സ്പിരിച്വൽ സ്റ്റാറ്റസിലേക്ക്, ഈ ഹൈ സ്പിരിച്വൽ സ്റ്റാറ്റസിലേക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം അല്ലാഹ് ഉണ്ട്. അവൻ്റെ സഹായിയായി, അവൻ്റെ മേൽനോട്ടക്കാരനായി, അവൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കാനായി എന്നുള്ള ആ ഒരു വിശ്വാസ രംഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. They describe also the high spiritual stage. They describe also the high spiritual stage that the companions of the Holy Prophet of Islam, ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവർ സമുന്നതമായ ഈ സ്റ്റാറ്റസിലേക്ക് ഉയർന്നവരാണ്. വെൻ ദ കാസ്റ്റ് എസൈഡ്, എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഈ സമുന്നതമായ സ്പിരിച്വൽ സ്റ്റേജിലേക്ക്, സ്പിരിച്വൽ സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേർന്നത്? അതിൻ്റെ കാരണം പറയുന്നത്, വെൻ ദ കാസ്റ്റ് എസൈഡ് ദെയർ ഓൾഡ് ലൈഫ്, അവരുടെ പഴയ ജീവിതം അവർ വലിച്ചെറിഞ്ഞു. ടു ഗ്രിപ്പ് ഫേംലി ദ റോപ്പ് ഓഫ് അല്ലാഹ്. അപ്പോൾ പഴയ അവരുടെ ഈ പഴഞ്ചൻ രീതികളും പഴഞ്ചൻ തെറ്റായ പ്രവർത്തനങ്ങളും ഒരു ജീവിതം ഉണ്ടായിരുന്നു അവർക്ക്, അത് മുഴുവൻ അവർ വലിച്ചെറിഞ്ഞിട്ട് ടു ഗ്രിപ്പ് ഫേംലി, അവർ മുറുകെ പിടിച്ചു ദ റോപ്പ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പാശത്തെ. അങ്ങനെ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ പ്രവാചകനോടൊപ്പം നിന്നപ്പോഴാണ് അവർക്ക് ഈ യുദ്ധമൊക്കെ വരുമ്പോൾ അവർക്ക് മരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. ആ നിലയിലേക്ക്, കാരണം അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്രയും വേഗം എത്തുക എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്. ഹിയർ അല്ലാഹ് ടാക്സ് അബൌട്ട് ഹിംസെൽഫ്. ഇവിടെ അല്ലാഹു തആല അവനെപ്പറ്റി തന്നെ പറയുകയാണ്. ബീയിങ് ദ ക്രിയേറ്റർ, അവൻ സൃഷ്ടാവാണ് എന്ന നിലയിലാണ് അവൻ ഇവിടെ അവനെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ദസ് ബീയിങ് ദ വൺ ടു ഹും ഓൾ ബിലോങ് ടു, എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും അവനോട് മാത്രം ബന്ധിതമാണ്.
അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഉള്ള ഒരു ലൈഫ് അല്ലാതെ ഈ കാണുന്ന കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാറോട്ട് നോക്കിയാലും ഇനി നോർത്തും സൗത്തും ഒക്കെ നോക്കിയാലും എവിടെ നോക്കിയാലും നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ ആകട്ടെ തിരിഞ്ഞാലും ആ സൃഷ്ടികൾ മുഴുവൻ അവനുമായി ബന്ധിതമാണ്. അവനെ വിട്ട് എങ്ങോട്ടും ഒക്കില്ല. അവൻ എല്ലാത്തിൻ്റെയും കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരു സൃഷ്ടാവിനെക്കുറിച്ചാണ് അള്ളാഹ് ടാക്സ് അബൌട്ട് ഹിംസെൽഫ്. അള്ളാഹു തആല അവനെക്കുറിച്ച് തന്നെ പറയുകയാണ്, ബീയിങ് ദ ക്രിയേറ്റർ, ഒരു സൃഷ്ടാവ് എന്ന നിലയിൽ, ആൻഡ് തസ് ബീയിങ് ദ വൺ ടു ഹും ഓൾ ബിലോങ് ടു, കാണുന്ന സമസ്തവും അവനുമായിട്ട് നിൽക്കുന്നതാണ്, ചേർന്ന് നിൽക്കുന്നതാണ്. അവനെ വിട്ടുപോകുവാൻ ഒന്നിനും സാധ്യമല്ല. ബി ഇറ്റ് ഇൻ ദ ഈസ്റ്റ്, അത് കിഴക്കാകട്ടെ, ആൻഡ് ദ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറാകട്ടെ, ദ നോർത്ത് അല്ലെങ്കിൽ വടക്കാവട്ടെ, ഒരു സൗത്ത് അല്ലെങ്കിൽ തെക്കാകട്ടെ. തെക്കായാലും വടക്കായാലും കിഴക്കായാലും പടിഞ്ഞാറായാലും നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ കാണുന്നുവോ അത് മുഴുവൻ സൃഷ്ടിച്ചതവനാണെന്നും ആ സൃഷ്ടാവിനെ വിട്ട് ഒന്നിനും എങ്ങോട്ടും പുറത്ത് കാണാൻ ഞാൻ ഒക്കുകയില്ല എന്നും, അതുകൊണ്ട് ആ സൃഷ്ടാവിനെ സമസ്ത ജീവജാലങ്ങളിലും നിങ്ങൾ ദർശിക്കണം. അവൻ്റെ മഹത്വമാണ് അവിടെ കുടികൊള്ളുന്നത് എന്നറിയണം. എന്നിട്ട് നിങ്ങൾ അവന് നിങ്ങളുടെ ശിരസ്സ് കുനിക്കണം എന്നുള്ള ഇതാണ്. ഇൻ എ നട്ട്ഷെൽ ഓഫ് ഓൾ ക്രിയേഷൻസ്, അവൻ്റെ സൃഷ്ടിയുടെ ഒരു പുറന്തോടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഫ്രം വാട്ട് എവർ ആംഗിൾ മാൻ ലുക്സ്, അതുകൊണ്ട് ആ സൃഷ്ടിയുടെ പുറന്തോടിലേക്ക് നമ്മൾ ഏത് ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും ഏത് ആംഗിളിൽ നമ്മൾ നോക്കിയാലും, ഹി ഷാൽ ഫൈൻഡ് ബിഹൈൻഡ് ഓൾ ദീസ് ക്രിയേഷൻസ്, ഈ എല്ലാ സൃഷ്ടിപ്പിൻ്റെയും പിന്നിൽ അവൻ കണ്ടെത്തും ദ ഹാൻഡ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ കരങ്ങൾ. അപ്പോൾ എന്ത് നമ്മൾ കണ്ടാലും ദർശിച്ചാലും അതിലെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം അടങ്ങിയിരിക്കുകയാണെന്നും അത് അവൻ്റെ സൃഷ്ടിയും സൃഷ്ടിപ്പുമാണ് എന്നും ആ സൃഷ്ടിയോടും സൃഷ്ടിപ്പിനോടും അങ്ങേയറ്റം ആദരവ് കാണിച്ചുകൊണ്ട് ആ ആദരവ് അള്ളാഹുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുക, അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുക. ആ നിലയിലുള്ളൊരു ലൈഫ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തൊരു സ്വർഗീയ ജീവിതം. ആ നിലയിലേക്കാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുജന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്. ആ ഒരു ജീവിതത്തിലേക്ക് ഓരോ നൂറ്റാണ്ടിലും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിട്ട് അല്ലാഹു തആല വിടുന്നു. അത് വെറും നിഴലാണ് എങ്കിൽ പോലും അതിൻ്റെ പ്രതിനിധിയുടെ ഒരു സൗരഭ്യം നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ. ആ പ്രവാചകൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും തള്ളിക്കളയലും പിന്തിരിയുന്നല്ലും കൂടെ നിന്ന ആളുകളൊക്കെ ഓടിപ്പോയതും തിരിഞ്ഞു പോയതും എന്തെല്ലാം വേദനകളുമാണ് അനുഭവിച്ചുകൊണ്ടാണ് ആ ദൂതൻ മുന്നോട്ട് പോയത്. ഇതുപോലെ ഒരു ദൂതൻ ഇതാ വന്നിരിക്കുന്നു. അദ്ദേഹം നമുക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കി തരാൻ കഠിനമായി യത്നിക്കുന്നു. എത്ര ദിനരാത്രങ്ങൾ തൻ്റെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടായിരിക്കും ഇത്തരം ഒരു വിശദീകരണവുമായി ലോകത്തിൻ്റെ മുമ്പിൽ അല്ലാഹു തആല അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. ഈ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആലയെ നമുക്കെല്ലാ കാര്യത്തിലും ദർശിക്കാൻ കഴിയണം. നമ്മുടെ ഒരു വാക്കും നമ്മുടെ ഒരു പ്രവൃത്തിയും മറ്റൊരാൾക്ക് ദോഷം വരുന്നതും അവരുടെ അസാന്നിധ്യത്തിൽ മോശപ്പെടുത്തുന്നതും ആകാതിരിക്കുവാൻ സദാ ശ്രമിച്ചുകൊണ്ട്, കാരണം സർവസാക്ഷിയായി അല്ലാഹു തആല നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എല്ലാം കീഴടക്കിക്കൊണ്ട് അവൻ നമ്മുടെ അരികിലുണ്ട് എന്ന കാര്യം മറന്നു പോകാതിരിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. അത് ഞാൻ എന്നോട് പ്രത്യേകമായി ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ല ഒരു ദിനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ വിനീത സഹോദരൻ നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.